ഹേലോ! ഇപ്പോൾ ടൈം 6 മണി. രാവിലെ 6 മണിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മോളെയൊക്കെ ഉണർത്തി ഫ്രഷാക്കി അതിന് ശേഷം വീണ്ടും അവൾ കിടന്ന് ചാച്ചുവാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതിരുന്നൊരു യാത്രയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി യാത്ര. വലിയ ട്രിപ്പൊന്നുമല്ല കേട്ടോ. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടുള്ളതും ഞാൻ പോകാത്തതുമായൊരു സ്ഥലമാണ്. അതായത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പോയിട്ടുണ്ടാവും. അപ്പോൾ എവിടെയാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് കൊച്ചിയിലേക്ക് പോകുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഏട്ടൻ, അതായത് എൻ്റെ ഹസ്ബൻഡ്, ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടൊരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പോകുന്ന കൂട്ടത്തിൽ അപ്പം ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം മോളെ അവിടെ എന്തെങ്കിലും പാർക്കിൽ വല്ലതും കൊണ്ടുപോകാം. പിന്നെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മറ്റൊരു ടീമും കൂടെ ഉണ്ട്, മറ്റൊരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പം അവരാരാന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. ഗായ്സ്, അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു ഫാമിലി എന്ന് പറഞ്ഞത്. അതായത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, അതുപോലെ തന്നെ ഏട്ടൻ്റെ ഓഫീസിലെ സ്റ്റാഫും കൂടാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫാമിലിയും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ സ്ഥലത്ത് വന്ന് നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മോൻവാവയാണ്. അപ്പോൾ പൊന്നുട്ടിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്കൊരു നാണം കണ്ടപ്പം, ചെക്കനെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വരുന്ന വഴിയിൽ കണ്ട ഒരു ചെറിയ മാള് പോലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ആര്യാസ് ഹോട്ടലുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വെളുപ്പിനെയൊക്കെ ഇറങ്ങിയായതുകൊണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ആൾ, ഏട്ടൻ്റെ ഫ്രണ്ട്, ഇതിനൊക്കെ ശബരിമലയിൽ പോകാനായിട്ട് മാലയൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ആൾക്ക് നോൺ വെജൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചൊരു ഹോട്ടലിലേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഓർഡർ ചെയ്തത് മസാല ദോശയും ഞാൻ പൂരി, പിന്നെ ഏട്ടൻ ഉത്തപ്പം വേണോ പെണ്ണേ, ബോണ്ട വേണോ, ആ സംഭവമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആ സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി കോഫിയും കുടിച്ചു ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ സുഭാഷ് പാർക്ക് എന്ന് പറയും. അപ്പോൾ ആ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വരുന്ന വഴി ഏട്ടനെ കമ്മിറ്റിക്ക് പോകാനായിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികളെ കൊണ്ട് വന്നതല്ലേ, അപ്പോൾ അവർക്ക് പറ്റിയ പാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കായലിൻ്റെ ഒരു എൻഡുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടാലോ?
പറഞ്ഞ കായൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നിങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാനും അതുപോലെ തന്നെ നമുക്കവിടെ ഇരിക്കാനായിട്ടും ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ലൊരു വ്യൂ ആണ്, നല്ല അടിപൊളിയാണ്. ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് നേരം നമുക്ക് ആ തണലത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു, കുറച്ച് നേരം ഇവിടെ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഗൈസ്, ഈ പാർക്ക് ഫുള്ള് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞങ്ങൾ അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ പൊരിഞ്ഞ വെയിലും, കാരണം കൊച്ചിയിൽ ഭയങ്കര ചൂടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വന്ന് അനുഭവിച്ചു. അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മളെല്ലാ ഫീലും അറിയണ്ടേ. പിന്നെ നല്ല ഒരു ടൈമായിരുന്നു, അവിടെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഐസ്ക്രീമും കുൽഫിയൊക്കെ വാങ്ങി കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന് കാറിൽ വന്നിരുന്ന് AC ഒക്കെ ഇട്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അതിന് ശേഷമുള്ള ബാക്കി നമ്മുടെ യാത്രയെപ്പറ്റി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.